മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആചാര്യൻ എന്നൊരു വാക്കുണ്ട്, ഗുരു എന്നൊരു വാക്കുണ്ട്. ആചാര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചരിക്കുക, മുമ്പോട്ട് പ്രയാണം ചെയ്യുക. ആചാര്യൻ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആള്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആചാര്യൻ. ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ അജ്ഞാനം, അറിവില്ലായ്മ അകറ്റി അറിവ് തരുന്ന ആളാണ് ഗുരു. ഇപ്പൊ ഗുരു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ടീച്ചർ, ആചാര്യൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മെന്റർ. ഈ നമ്മുടെ MBA BTech MTech ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ കോളേജുകളിലും ഇപ്പോൾ നമ്മുടെ മെന്റർമാരുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക, വിദ്യാർത്ഥിയെ ഓരോരുത്തരെയും കൂട്ടി മുമ്പോട്ടുള്ള പ്രയാണം നടത്തുക. അവരാണ് ആചാര്യന്മാര്. മറ്റേത് ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാർ വ്യക്തികളിൽ ഫോക്കസ് ചെയ്യില്ല. ഗുരുക്കന്മാർ മാൻ മേക്കിംഗ് അല്ല, ഗുരുക്കന്മാർ മെൻ മേക്കിംഗ് ആണ്. ആചാര്യന്മാർ മാൻ മേക്കിംഗ് ആണ്. സിംഗുലറാണ് ആചാര്യന്മാരുടെ ലക്ഷ്യം. ഗുരുക്കന്മാരുടെ ലക്ഷ്യം സമൂഹം ഒരുമിച്ചാണ്. ഈ ഗുരുക്കന്മാരെ, ഗുരു എന്ന വാക്കിന് ധാരാളം അർത്ഥമുണ്ട്. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഗുപ്തം, ഗുഹ്യം, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഗു എന്നുള്ളതിന്. രുകേതി, രു ഇല്ലാതെയാക്കുന്ന ആള്. ഇപ്പൊ ഗുരു എന്ന് വെച്ചാൽ ഇരുട്ടില്ലാതെയാക്കുന്നതാ. തമസോമാ ജ്യോതിർഗമയ. ഗുരു എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്, സോളിഡ് മെറ്റീരിയൽ. ഭാസ്കരാചാര്യൻ രണ്ടാമൻ സിദ്ധാന്ത ശിരോമണിയില് ഒരു ഭൂമിയുടെ ആകർഷണ ശക്തിയെക്കുറിച്ച് 1148 പറഞ്ഞിട്ടുണ്ട്. സിദ്ധാന്ത ശിരോമണി 6-ാം അധ്യായത്തിലെ 20-ാമത്തെ വരിയില് ആകൃഷ്ടി ശക്തിശ്ച മഹീതയായത് ഖസ്തം ഗുരുസ്വാഭിമുഖം സ്വശക്തിയാ ആകൃഷ്യതേ തത്പതതീതി ഭാതി സമേ സമന്തത് ക്വ പതത്യയം ഖേ. ആകൃഷ്ടി ശക്തിശ്ച, ശക്തിശ്ച ശക്തിയോടുകൂടി ആകർഷിക്കുന്നു. ഗസ്തം ഗുരു, ആകാശത്തിലുള്ള, ഗസ്തം വെച്ചാൽ ആകാശത്തിലുള്ള, ഗുരു എന്ന് വെച്ചാൽ സോളിഡ് മെറ്റീരിയൽസിനെ. മഹി ഭൂമി, സ്വ അഭിമുഖം സ്വശക്തിയാ ആകർഷ്യതി, തന്നിലേക്ക് തന്റെ ശക്തി കൊണ്ട് ആകർഷിക്കുന്നു. യത് ആകർഷ്യതേ തത്പതതീതി ഭാതി, ആകർഷിക്കപ്പെടുന്നതെന്തോ അത് താഴെ വീഴുന്നു. സമേ സമന്താത് ക്വ പതതി അയം ഖേ. ഈ സെലസ്റ്റിയൽ ബോഡീസ് തുല്യ ശക്തി കൊണ്ട് പരസ്പരം ആകർഷിക്കുന്നതിനാൽ എവിടെ ചെന്ന് പതിക്കാനാണ്? ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഗ്രാവിറ്റിയെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഒരു ഗുരു എന്നുള്ള വാക്കുണ്ട്, അത് സോളിഡ് മെറ്റീരിയൽസിനാണ്. ഇപ്പൊ ഗുരു എന്നുള്ളതിന് ഒരർത്ഥം ഇരുട്ടകറ്റുന്ന ആള്, അറിവില്ലായ്മയെ അകറ്റി അറിവ് കൊടുക്കുന്ന ആള്. രണ്ടാമത്തെ അർത്ഥം സോളിഡ് മെറ്റീരിയല്. മൂന്നാമത്തെ അർത്ഥം വ്യാഴാഴ്ച, വ്യാഴം, ജൂപ്പിറ്റർ എന്ന ഗ്രഹം. ഗുരുവാരം എന്ന് പറയാറുണ്ട്. ജൂപ്പിറ്റർ എന്ന ഗ്രഹം വ്യാഴാഴ്ച ദിവസം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ നേരത്തേക്ക് ആ ദിവസത്തിന്റെ ഹോര അധിപൻ എന്ന ഗ്രഹം, ഹോരാധിപൻ, ഹോര എന്ന് വെച്ചാൽ 1 മണിക്കൂർ, ഹവർ. അഹോരാത്രം എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കഴിഞ്ഞാൽ ഹോര, ഇംഗ്ലീഷിലെ അവർ, അതിന് HOUR, ഹവർ എന്ന് പറയാം, സംസ്കൃതത്തിലെ ഹോര. ആ ഹോരാധിപനാണ് വ്യാഴം എന്ന ഗ്രഹം. ഇപ്പൊ വ്യാഴാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്നത് 6:20 6:20 മുതൽ 7:20 വരെ ഹോരാധിപൻ വ്യാഴമായതുകൊണ്ടാണ് ആ ദിവസത്തിന് വ്യാഴാഴ്ച എന്ന് പറയുന്നത്, ഗുരുവാരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തേഴ്സ്ഡേ എന്ന് പറയുന്നത് ഓർമ്മിക്കുക. 3 അർത്ഥമായി: ഇരുട്ടകറ്റുന്ന ആള്, സോളിഡ് മെറ്റീരിയല്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ. പിന്നെ ഗുരുവിന് വേറൊരു പേരുണ്ട്, ബൃഹസ്പതി. ബൃഹസ്പതി വാരം എന്ന് പറയും. ബൃഹസ്പതി വെച്ചാൽ ദേവഗുരുക്കന്മാരാണ്. നന്മയുള്ളവരുടെ നന്മകൾ കൂട്ടാനും തിന്മ ഒരിക്കലും അവർക്ക് വരാതിരിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ആളാണ് ഗുരു. ആചാര്യൻ ഈ റോളില്ല. അപ്പൊ നമ്മള്
ഗുരു എന്ന് പറയുന്നതിന് 4 വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നു. ദേവഗുരു പറഞ്ഞു, വ്യാഴഗ്രഹം പറഞ്ഞു, സോളിഡ് മെറ്റീരിയൽ എന്നുള്ള അർത്ഥം പറഞ്ഞു, പിന്നെ ഇരുട്ടകറ്റുന്ന ആളെന്നുള്ളത് പറഞ്ഞു. വ്യാസഗുരു, ഇൻഡ്യൂഡിവൽസിനെ കൈപിടിച്ച് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല. വസിഷ്ഠ ഗുരു രാജഗുരുവാണ്, വിശ്വാമിത്രൻ ഗുരുവാണ്, കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല. ആചാര്യനുണ്ട്, ചരകാചാര്യൻ, ശുശ്രുതാചാര്യൻ, ആര്യഭട്ടാചാര്യൻ, ഭാസ്കരാചാര്യൻ, ആചാര്യ JC ബോസ്, ആചാര്യ PC റേ. CV രാമനും ആചാര്യ CV രാമൻ എന്ന പേര് കൊടുത്തിരുന്നു എങ്കിലും അദ്ദേഹം അത് പതുക്കെ പതുക്കെ മാറ്റി സർ CV രാമൻ എന്നാക്കുകയാണ് ചെയ്തത്. സർ എന്ന പദവി കിട്ടിയപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഈ ആചാര്യൻ എന്ന ആ വാക്കിന് നോക്കാനുള്ളത്, ആചാര്യനൊരു ഡെഫിനിഷൻ ഉണ്ട്. ആചിനോതി ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധീ സ്വയം ആചരതി ചൈവ സഹ ആചാര്യ ഇതി സ്മൃത. ഏത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി, ഇൻസ്ട്രക്റ്റീവ്ലി, ഗൈഡിംഗ്ലി പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ശാസ്ത്രം എന്ന വാക്കിന് സയൻസ് എന്നല്ല അർത്ഥം. സയൻസ് എന്ന വാക്കിന് വിജ്ഞാനം എന്നാണ് സംസ്കൃതത്തിന്. യത് ശാസയതേ ശാസ്ത്രം, ഏതൊന്നാണോ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത്, ഗൈഡൻസ് തരുന്നത്, അതിനാണ് ശാസ്ത്രം എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു ആചാര്യൻ എന്ന് പറയുന്ന ആൾ സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി, ആസ് എ ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിങ് എന്നുള്ള ലെവലിലേക്ക് വരുന്ന ആളായിരിക്കണം. അദ്ദേഹത്തിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. ഏത് കാര്യമാണോ ഉപദേശിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി, എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. സ്വയം ആചരതി ചെയ്വ, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സ്വയം പകർത്തിയ വ്യക്തി ആയിരിക്കണം. ജീവിതത്തിൽ പകർത്തിയ വ്യക്തി ആയിരിക്കണം. സഹ ആചാര്യ ഇതി സ്മൃത, അദ്ദേഹത്തിനെയാണ്, അയാളെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ അല്ല ഗുരുവിനുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, ഒരു ആചാര്യൻ എന്ന പദവും ഗുരു എന്ന പദവും വ്യത്യാസം ഉണ്ടാവും. വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാർക്ക് ഇതെല്ലാം ഒന്ന് തന്നെയായിട്ട് എടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഈ ആചാര്യന്മാര് പറയുന്നത് പോലും നമ്മുടെ ആ സയന്റിഫിക് ടെമ്പറിന്റെ ലെവല് നോക്കാം. ശാസ്ത്രവീക്ഷണം ഭാരതത്തിൽ എത്രയുണ്ടായിരുന്നു നോക്കാം. ആ ആചാര്യൻ, അത്രയും ഗംഭീരമായിട്ടുള്ള ആചാര്യനിൽ നിന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ആചാര്യാത് പാദമാദത്തെ, കാൽഭാഗമേ സ്വീകരിക്കാവൂ. അത്ര സ്വീകരിച്ചാൽ മതി. അത് ഒരർത്ഥം. വേറൊരർത്ഥം ഉള്ളത്, ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള അറിവിന്റെ കാൽഭാഗമേ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹത്തിൽ നിന്ന് കാൽഭാഗമേ എടുക്കാവൂ എന്നുള്ള ഒരു അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ അറിവുകളിൽ കാൽഭാഗമേ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുള്ളൂ എന്ന വേറൊരു അർത്ഥമുണ്ട്. ആചാര്യാത് പാദമാദത്തെ, പാദം ശിഷ്യസ്വമേധയ, രണ്ടാമത്തെ കാൽഭാഗം തന്നെത്താനെ ഉണ്ടാക്കണം. പാദം സബ്രഹ്മചാരിഭ്യ, മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത്, സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് മൂന്നാമത്തെ കാൽഭാഗം. ശേഷം കാലക്രമേണ ച, നാലാമത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ് സാധിക്കണം. ഇത് ഇന്നലെ പറഞ്ഞതിന് ഇതൊരു മഹാവാക്യത്തിലെ ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിലും കുറേയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ഉപദേശിക്കുന്നു, അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.